DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മെയ് 25 മുതൽ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന മെയ് മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം മെയ് 26 ചൊവ്വാഴ്ച മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ്. പെൻഷൻ തുക സ്വീകരിക്കുന്നതിനായി അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ള 26 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ശേഷം മെയ് മാസ പെൻഷൻ തുകയായ 2000 രൂപ ക്രെഡിറ്റായി തുടങ്ങിയത്. അക്കൗണ്ടിൽ പെൻഷൻ തുകയായ 2000 രൂപ വന്നതിൻ്റെ ബാങ്കുകളുടെ മെസ്സേജ് ഒട്ടേറെ ഗുണഭോക്താക്കളുടെ ഫോണുകളിൽ ഇതിനകം എത്തിക്കഴിഞ്ഞു. ചിലർക്ക് അക്കൗണ്ടിൽ തുകയെത്തിയാലും SMS മെസ്സേജുകൾ വരണമെന്നില്ല. പക്ഷേ ബാങ്ക് ബാലൻസ് മൊബൈൽ വഴി ചെക്ക് ചെയ്യുമ്പോൾ 2000 രൂപയുടെ വർധനമുണ്ടെങ്കിൽ അക്കൗണ്ടിൽ തുകയെത്തിയെന്ന് മനസ്സിലാക്കാവുന്നതാണ്. രാവിലെ മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം ആരംഭിച്ചെങ്കിലും ബാങ്കിംഗ് സിസ്റ്റത്തിലെ തിരക്ക് മൂലം പലർക്കും ഉച്ചയ്ക്ക് ശേഷവും വൈകിട്ടുമൊക്കെയായിരിക്കും അക്കൗണ്ടുകളിൽ തുക ക്രെഡിറ്റ് ആവുക. മറ്റ് ചിലർക്ക് നാളെയും അക്കൗണ്ടുകളിൽ തുക ക്രെഡിറ്റ് ആകുന്നതാണ്. ബാങ്കിംഗ് സിസ്റ്റത്തിലെ തിരക്കൊഴിവാക്കുവാൻ മണിക്കൂറുകളുടെ ഇടവേളകളിൽ ബാച്ചായി ഗുണഭോക്താക്കൾക്കുള്ള പെൻഷൻ വിതരണം സെറ്റ് ചെയ്ത് അയക്കുന്നത് കൊണ്ടാണ് ഒരേ സമയം എല്ലാവർക്കും അക്കൗണ്ടിൽ തുക വരാതെ മണിക്കൂറുകളുടെ ഇടവേളകളിൽ കുറേ പേർക്കെങ്കിലും പിറ്റേ ദിവസമൊക്കെയായി അക്കൗണ്ടുകളിൽ തുക ക്രെഡിറ്റ് ആകുന്നത്. നാളെയും മറ്റന്നാളും ബക്രീദ് പ്രമാണിച്ച് പൊതു അവധിയാണെങ്കിലും DBT സെല്ലിൽ നിന്നും ഇന്ന് അയക്കുന്ന തുക നാളെ അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആകുന്നതിന് തടസ്സമൊന്നും നേരിടുകയില്ല. ക്ഷേമ പെൻഷൻ തുകയിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമുള്ള 8 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് 200, 300, 500 എന്നീ തുകകൾ കുറഞ്ഞ് 1500 രൂപ മുതൽ 1800 രൂപ വരെയൊക്കെയായിരിക്കും ഇന്ന് അക്കൗണ്ടിൽ എത്തിച്ചേരുക. കഴിഞ്ഞ കുറച്ചു നാളുകളായി കേന്ദ്ര വിഹിതവും സംസ്ഥാനം മുൻകൂറായി അനുവദിച്ചു പോരുന്നതിനാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ PFMS സംവിധാനം വഴി കുറവായ ആ തുകയും നിങ്ങളുടെ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേരുന്നതാണ്. പലരും കേന്ദ്രവിഹിത തുക എത്തിച്ചേരില്ലെന്ന് പരാതിപ്പെടാറുണ്ട്. അങ്ങനെയുള്ളവർ രണ്ട് കാര്യം പരിശോധിക്കണം. ആദ്യത്തേത്, കേന്ദ്ര ആനുകൂല്യങ്ങൾ ആധാർ നമ്പർ അടിസ്ഥാനമാക്കിയാണ് വിതരണം ചെയ്യുന്നത്. അതിനാൽ നിങ്ങൾ പെൻഷൻ സ്വീകരിക്കുന്നതിന് നൽകിയിട്ടുള്ള അക്കൗണ്ടിൽ മാത്രമല്ല നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മറ്റ് അക്കൗണ്ടുകളിലും തുക എത്തിച്ചേരുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ തങ്ങളുടെ മറ്റ് അക്കൗണ്ടുകളിൽ തുക എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ സ്വീകരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ളതാണെന്നും ഉറപ്പുവരുത്തേണ്ടതാണ്. ഇത് രണ്ടും പരിശോധിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ ക്ഷേമ വിഭാഗം ഉദ്യോഗസ്ഥരുമായി ഇക്കാര്യം സംസാരിക്കുക. നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ട് കേന്ദ്രവിഹിതം തുടർന്ന് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ ക്ഷേമ പെൻഷൻ വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമേ ആരംഭിച്ചിട്ടുള്ളൂ. ട്രഷറിയിൽ നിന്ന് പണവും സഹകരണ ബാങ്കുകളിൽ നിന്ന് വീടുകളിലേക്ക് മെയ് മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യേണ്ടവരുടെ ലിസ്റ്റും ലഭിച്ച ശേഷമാണ് സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്കുള്ള നേരിട്ടുള്ള പെൻഷൻ വിതരണം ആരംഭിക്കുന്നത്. ബുധനും വ്യാഴവും ബക്രീദ് അവധി ആയതിനാൽ മെയ് 29 വെള്ളിയാഴ്ച മുതലായിരിക്കും സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം സംസ്ഥാനത്ത് സജീവമാവുക. വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം പൂർത്തിയാകുവാൻ ഏകദേശം 10 ദിവസത്തോളം എടുക്കുന്നതാണ്. അതിനാൽ മെയ് അവസാനം തുടങ്ങുന്ന പെൻഷൻ വിതരണം ജൂൺ ആദ്യ ആഴ്ചകളിലും സംസ്ഥാനത്ത് ഉണ്ടാകുന്നതാണ്. 5ഓളം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാരിൻ്റെ ധനസഹായം കൊണ്ട് പെൻഷൻ വിതരണം ചെയ്യുന്ന 16 ക്ഷേമനിധി ബോർഡ് പെൻഷനുകളുമാണ് ഇന്നു മുതൽ വിതരണം തുടങ്ങിയിരിക്കുന്നത്. എന്നാൽ മറ്റ് 2 പ്രധാന പെൻഷനുകൾ ഈ മെയ് മാസത്തിൽ തുടങ്ങുന്നതിൻ്റെ അറിയിപ്പ് ഇതുവരെയും എത്തിയിട്ടില്ല. ഒന്നാമത്തേത് സ്ത്രീ സുരക്ഷാ പെൻഷനാണ്. മാസം 1000 രൂപ വീതം 35-ഉം 60ഉം വയസ്സിനിടയിൽ പ്രായമുള്ള BPL വിഭാഗത്തിലെ സ്ത്രീകൾക്ക് ലഭിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ഫെബ്രുവരി, മാർച്ച് എന്നീ 2 മാസങ്ങളിൽ മാത്രമേ സംസ്ഥാനത്ത് നടന്നിട്ടുള്ളൂ. ഏപ്രിൽ മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ്. മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഏപ്രിൽ മാസത്തെ കുടിശ്ശികയും ചേർത്ത് 2000 രൂപയുടെ വിതരണത്തിന്റെ അറിയിപ്പാണ് സംസ്ഥാനത്തെ 16 ലക്ഷത്തിലധികം വരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്നത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട വിതരണ അറിയിപ്പിന്റെ ഒരു കാര്യം ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വരാത്തതിനാൽ ഇനി ജൂൺ ആദ്യ ആഴ്ചകളിലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷനും. ഒരു തവണ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണ അറിയിപ്പ് വരുമ്പോഴും നിർമ്മാണ തൊഴിലാളി പെൻഷൻ ലഭിക്കുമോ എന്ന് ഒട്ടേറെ പേർ എപ്പോഴും കമന്റ് ചെയ്യാറുണ്ട്. മെയ് മാസത്തിൽ നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണമില്ല എന്ന് ക്ഷേമനിധി ബോർഡ് ഓഫീസിൽ നിന്നും അറിയിച്ചിട്ടുണ്ട്. ജൂൺ മാസത്തിലായിരിക്കും ഇനി നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണം ഉണ്ടാവുക എന്നാണ് അവിടെ നിന്നും അറിയുവാൻ കഴിഞ്ഞത്. നിലവിൽ 15 മാസത്തോളം കുടിശ്ശിക പെൻഷനാണ് നിർമ്മാണ തൊഴിലാളികൾക്ക് ലഭിക്കുവാനുള്ളത്. ഈ കുടിശ്ശികകൾ എന്ന് കൊടുത്തു തീർക്കുമെന്നത് ഇനി പുതിയ സർക്കാരിൻ്റെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും. ജൂൺ മാസത്തിൽ പുതിയ സർക്കാരിൻ്റെ ബജറ്റ് അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളുടെ വർധനയും അതുപോലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ, നിർമ്മാണ തൊഴിലാളി പെൻഷൻ തുടങ്ങിയവയ്ക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളോ കൂട്ടിച്ചേർക്കലുകളോ വരുത്തുമോ എന്ന കാര്യവും അറിയാൻ സാധിക്കും. അതിനു മുൻപായി ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ കൃത്യമായി നിങ്ങളെ ചാനലിലൂടെ അറിയിക്കുന്നതാണ്. അക്കൗണ്ടുകളിൽ തുക എത്തിക്കഴിഞ്ഞവർ അക്കാര്യം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.